ഈജിപ്തിലെ ഗിസയിലുള്ള മെൻകൗറെ പിരമിഡിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന രണ്ടറകൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി. പുരാതന മൃതിയറയിലേക്കുള്ള നഷ്ടപ്പെട്ട പ്രവേശന കവാടത്തെക്കുറിച്ചുള്ള സൂചനകൾ ഇതിലൂടെ ലഭിച്ചേക്കുമെന്നാണ് പ്രതീക്ഷ. കാലങ്ങളായി ഈ കവാടം ശാസ്ത്രജ്ഞർ തിരയുന്നുണ്ട്. ഗിസയിലെ പ്രധാനപ്പെട്ട 3 പിരമിഡുകളിൽ ഏറ്റവും ചെറുതാണ് മെൻകൗറെ പിരമിഡ്. ഈജിപ്തിലെ കൈറോ സർവകലാശാല, ജർമ്മനിയിലെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക് എന്നിവിടങ്ങളിലെ ഗവേഷകരാണ് അത്യാധുനിക സ്കാനിംഗ് വിദ്യകളോടെ പുതിയ കണ്ടെത്തൽ നടത്തിയത്. പിരമിഡിന് കേടുപാടുകൾ വരുത്താത്ത ജിയോ റഡാർ, അൾട്രാസൗണ്ട്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് ടോമോഗ്രഫി തുടങ്ങിയ ഇമേജിംഗ് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചായിരുന്നു പരിശോധന. പിരമിഡിന്റെ പുറംഭാഗത്തിനു പിന്നിലായി വായു നിറഞ്ഞ രണ്ടറകളാണ് സ്കാനിങ്ങിൽ തെളിഞ്ഞത്. യഥാക്രമം 4.6 അടി, 3.7 അടി എന്നിങ്ങനെയാണ് ഇവയുടെ ആഴം. ഒന്നിന് ഏകദേശം 3.2 അടി ഉയരവും 4.9 അടി വീതിയുമുണ്ട്. താരതമ്യേന ചെറിയ രണ്ടാമത്തെ അറയ്ക്ക് 3 അടി ഉയരവും 2.3 അടി വീതിയുമുണ്ട്. അമൂല്യമായ നിർമ്മിതിക്ക് യാതൊരു കേടുപാടും വരുത്താതെ പിരമിഡിന്റെ ഉൾവശത്തെക്കുറിച്ച് കൃത്യമായ നിഗമനങ്ങളിലെത്താൻ തങ്ങളുടെ സംഘം വികസിപ്പിച്ചെടുത്ത പരിശോധനാ രീതികൾ സഹായിക്കുന്നുവെന്ന് ശാസ്ത്രജ്ഞ സംഘം അറിയിച്ചു. 4-ാം രാജവംശത്തിന്റെ കാലത്ത് ഭരിച്ചിരുന്ന മെൻകൗറെ ഫറവോയുടെ മൃതകുടീരമായാണ് ഗിസ പീഠഭൂമിയിലെ ഈ പിരമിഡ് നിർമ്മിച്ചത്. തുടക്കത്തിൽ 65.5 മീറ്റർ ഉയരമുണ്ടായിരുന്നെങ്കിലും കാലപ്പഴക്കം കൊണ്ടും പുറംപാളിയിലെ ഗ്രാനൈറ്റ് നഷ്ടപ്പെട്ടതിനാലും ഇപ്പോൾ ഉയരം 62-നും 65-നും ഇടയിലാണ്. 104 മുതൽ 108 മീറ്റർ വരെയാണ് അടിത്തറയുടെ വിസ്തൃതി. പ്രാദേശികമായി ഖനനം ചെയ്ത ചുണ്ണാമ്പുകല്ല് ഉപയോഗിച്ചാണ് പിരമിഡിന്റെ ഉൾഭാഗം നിർമ്മിച്ചത്. പുറംപാളിക്ക് പ്രധാനമായും ഉപയോഗിച്ചത് അസ്വാനിൽ നിന്നുള്ള ചുവന്ന ഗ്രാനൈറ്റാണ്. പിരമിഡിന്റെ താഴത്തെ നിലകളിൽ ഗ്രാനൈറ്റ് പാളികൾ കൂടുതലായി കാണാമെങ്കിലും മുകൾ ഭാഗങ്ങൾ ടൂറ ചുണ്ണാമ്പുകല്ലുകൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്.